മറ്റൊരു സുപ്രധാന വാർത്ത കൂടി വരികയാണ്. അല്പസമയം മുമ്പാണ് അയത്തുള്ള അലി റസ അറാഫി, ഇറാന്റെ പുതിയ പരമോന്നത നേതാവ്, പരമോന്നത സമിതിയിലെ അംഗം, അദ്ദേഹം കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്ത പുറത്തു വരുന്നത്. അല്പം മുമ്പാണ് ഇസ്രയേലിലേക്ക് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസിനു നേരെ ആക്രമണമുണ്ടായെന്ന് ഇറാൻ IRGC അവകാശവാദം ഉന്നയിച്ചത്. നെതന്യാഹുവിന് ഏതെങ്കിലും തരത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തത ഇപ്പോഴും വരുന്നില്ല. അതിനിടയിലാണ് അയത്തുള്ള അലി റസ അറാഫി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇറാനുമേൽ വീണ്ടും കനത്ത പ്രഹരം തന്നെയാണ് ഏറ്റിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും മനു ഭരത്താണ് ചേരുന്നത്. മനു, എന്താണ് ഈ സംബന്ധിച്ച് സ്ഥിരീകരിക്കാവുന്ന വാർത്തയാണോ ഇത്? കിരൺ, വാർത്ത സ്ഥിരീകരിക്കാറായിട്ടില്ലെങ്കിലും ഇത് വ്യാപകമായി ഇത്തരം ഒരു പ്രചരണം ഇറാനിൽ നിന്ന് ഉണ്ടാകുന്നു. അവിടുത്തെ ഇടക്കാല പരമോന്നത നേതാവ് അലി റസ അറാഫി വധിക്കപ്പെട്ടിരിക്കുന്നു, അദ്ദേഹം ജീവനോടെ ഇല്ല എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഇറാൻ ഇത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. നെതന്യാഹുവിൻ്റെ ആസ്ഥാനത്തിന് നേരെ ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസിന് നേരെ തങ്ങൾ ആക്രമണം നടത്തി എന്ന ഒരു വാദം റവല്യൂഷണറി ഗാർഡ്സ് കോർ മുന്നോട്ട് വയ്ക്കുന്നതിന് തൊട്ടു പുറകെയാണ് ഇത്തരത്തിൽ ഇറാന്റെ നിലവിലെ ഇടക്കാല പരമോന്നത നേതാവിന് കൂടി തൻ്റെ ജീവൻ നഷ്ടമായിരിക്കുന്നു എന്ന വാർത്ത വരുന്നത്. ഇന്ന് ഈ ടെഹ്റാനിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ആണ് ഈ മരണം എന്ന് ഈ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പറയുന്നു. ഏതായാലും ആയത്തുള്ള അലി ഖംനേയി ടെഹ്റാനിൽ കഴിഞ്ഞ ശനിയാഴ്ച കൊല്ലപ്പെടുകയും തുടർന്ന് നടന്ന യോഗമാണ് ഈ 3 അംഗ സമിതിയെ തെരഞ്ഞെടുക്കുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായ പദവി അല്ലെങ്കിൽ ഇടക്കാല നേതാവ് എന്ന നിലയിൽ ആണ് ആയത്തുള്ള അലി റസ അറാഫിയെ തെരഞ്ഞെടുത്തത്. അതോടൊപ്പം തന്നെ മൗസൂദ് പെഷിഷ്കാൻ എന്ന ഇറാന്റെ പ്രസിഡന്റും ഗോലാം ഹുസൈൻ എന്ന ചീഫ് ജസ്റ്റിസും ഉൾപ്പെടുന്ന ഒരു സമിതിയായിരിക്കും ഇത് ഭരിക്കുക എന്നവർ വ്യക്തമാക്കിയിരുന്നു. ഇറാന്റെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 111 അനുസരിച്ചാണ് ഇത്തരത്തിൽ ഒരു 3 മെമ്പർ ലീഡർഷിപ്പ് കൗൺസിൽ എന്ന തരത്തിൽ 3 അംഗ നേതൃത്വ കൗൺസിലിനെ തെരഞ്ഞെടുത്തത്. അതിൻ്റെ ഒരു താൽക്കാലിക പരമോന്നത പദവിയാണ് ഈ ആയത്തുള്ള അലി റസ അറാഫിക്ക് നൽകുകയും ചെയ്തിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് നേരെ ആക്രമണം നടന്നു എന്ന വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. ഇതൊന്നും സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഇപ്പോൾ